രാത്രി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. തളി അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഗണപതി അമ്പലത്തിലും അതിന് ചുറ്റുമൊക്കെ ഫുൾ ലൈറ്റ്സ് ആയിരിക്കും. നല്ല ഭംഗിയാണ് അങ്ങനെ ലൈറ്റ്സ് തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ. എനിക്ക് ആ ഗണപതി അമ്പലത്തിൽ ഇങ്ങനെ ലൈറ്റ് വെച്ചത് കാണാൻ നല്ല ഇഷ്ടമാണ്. കാരണം വെള്ളത്തിൽ കൂടെ നല്ല ഭംഗിയാണ് അത് കാണാൻ വേണ്ടിയിട്ട്. വീഡിയോയിൽ എത്രത്തോളം ഭംഗിയുണ്ടെന്ന് അറിയില്ല കേട്ടോ, നേരിട്ട് കാണാനാണ് അടിപൊളി. ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എല്ലാ ദിവസവും രാത്രി പ്രോഗ്രാം ഉണ്ടാവും. ഇന്നും പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഞങ്ങൾ വന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഏകദേശം 9-9:30 ആയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും പ്രോഗ്രാംസൊക്കെ ഓൾറെഡി കഴിയാനായിട്ടുണ്ടായിരുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞും തേജും ഫുള്ള് കളിയാണ്. ഓടിക്കളിക്കാൻ ഒരുപാടുണ്ടല്ലോ അവിടെ. ഞങ്ങൾ പോയപ്പം അവിടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, ചെറുത്. ഇവർ കളിക്കുന്ന കണ്ടപ്പം ആ കുട്ടി ഇവരെ കൂടെ കൂടി കളിക്കാൻ വേണ്ടി. അവിടെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ആളുകൾ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കൾ പിന്നെ കുറച്ച് നേരം അവിടെ കളിച്ച് പിന്നെ ഞങ്ങൾ ബീച്ച് വഴി ഒന്ന് റൗണ്ട് അടിച്ച് പോകാമെന്ന് കരുതി. കോഴിക്കോട് ബീച്ച് പിന്നെ ഏത് സമയം പോയാലും ആളും ബഹളും തന്നെ ആയിരിക്കും. ഞങ്ങൾ പിന്നെ ബീച്ചിലൊന്നും ഇറങ്ങില്ല, വെറുതെ കാറിൽ അതുവഴി ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് പോന്നു. പുതിയ ഷോപ്പും അങ്ങനെ ലൈറ്റ്സൊക്കെ വന്നപ്പം ബീച്ച് ഇപ്പോൾ രാത്രി കാണാൻ നല്ല ഭംഗിയാണ്. പുതിയ ഷോപ്സൊക്കെ ഇവിടെ വന്നിട്ടും ഞങ്ങൾ ഇതുവരെ ഇവിടെ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ അധികം പോവുക ഒന്നില്ലെങ്കിൽ ബട്ട് റോഡ് ബീച്ചിലോ അല്ലെങ്കിൽ സൗത്ത് ബീച്ചിലോ ആണ്. ബീച്ചിൽ എക്സിബിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇന്ന് പിന്നെ ഞങ്ങൾ നല്ല ലേറ്റ് ആയതുകൊണ്ട് കയറുന്നില്ല. എന്തായാലും എക്സിബിഷൻ കുറച്ച് ദിവസം ഉണ്ടാവും. വെക്കേഷനും കൂടി ആയതുകൊണ്ട് ഇനി ഒരു ദിവസം വന്ന് നോക്കാം. തേജു ഐസ്ക്രീം കഴിക്കണമെന്നായിരുന്നു പറഞ്ഞത്. പിന്നെ സ്വീറ്റ് കോൺ കണ്ടപ്പോൾ പിന്നെ അത് മതി എന്ന് പറഞ്ഞ് അതിലങ്ങ് നിർത്തി. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഭാസ്കരേട്ടൻ്റെ സർബത്ത് കടേൻ്റെ അടുത്തെത്തി. ഞാൻ അതുവഴി എപ്പോഴും പോവാറുണ്ട് എന്നല്ലാതെ ഇതുവരെ മിൽക്ക് സർബത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്കങ്ങനെ ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. ഞങ്ങൾ വീട്ടിൽ സാധാരണ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് മിൽക്ക് സർബത്ത്, നന്നാരൊക്കെ ഒഴിച്ചിട്ട്. എനിക്കതേ ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്നുവെച്ച് ടേസ്റ്റ് കുറവൊന്നുമില്ല കേട്ടോ, ടേസ്റ്റും ഉണ്ടത്. സുധീപേട്ട സോഡ സർബത്താണ് പറഞ്ഞത്. പക്ഷെ അത് കുടിച്ചത് മുഴുവൻ തേജുവിനെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ, താങ്ക് യു.